ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 80. കൂട്ടുകെട്ട് വരുത്തുന്ന വിന. ഒരു കർഷകൻ തൻ്റെ വിളവ് നശിപ്പിക്കുന്ന പക്ഷികളെ പിടിക്കാനായി വല വിരിച്ചു. കർഷകൻ വന്നു നോക്കിയപ്പോൾ വലയിലൊരു കൊക്കും കുടുങ്ങിയിരിക്കുന്നു. വിളവിനെന്ന പക്ഷികൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ കൊക്ക് കർഷകനോട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ നിങ്ങളുടെ ഒരു മണി വിളവ് പോലും തിന്നിട്ടില്ല. കർഷകൻ മറുപടി പറഞ്ഞു, നീ പറയുന്നത് മുഴുവൻ ശരിയായിരിക്കാം, പക്ഷെ നീ കുടുങ്ങിയിരിക്കുന്നത് എൻ്റെ വിളവുകൾ നശിപ്പിച്ചുകൊണ്ടിരുന്ന പക്ഷികളോടൊപ്പമാണ്. എല്ലാവർക്കുമുള്ള ശിക്ഷ ഒന്നു തന്നെ. മിക്കവാറും എല്ലാ കേസുകളിലും കൂട്ടുപ്രതികളുണ്ടെങ്കിൽ അവരവതരിപ്പിക്കുന്നൊരു വാദഗതിയാണിത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പെട്ടുപോയതാണ്. സത്യത്തിൽ നിരപരാധികളായി ഇവരെ മോചിപ്പിക്കേണ്ടതില്ലേ? ഇല്ല, കർഷകൻ്റെ നിലപാടാണ് എൻ്റേത്. നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് കാണിക്കൂ, നിന്റെ ഭാവി ഞാൻ പറയാം എന്നൊരു ചൊല്ലുണ്ട്. സമാനമായ വാചകം ഡോൺ ക്വിക്സോട്ടിൻ്റെ കഥയിൽ സാൻചോ പാൻസായും പറയുന്നുണ്ട്. ദൈ ഫ്രണ്ട്ഷിപ്പ് മേക്സ് അസ് ഫ്രഷ് എന്നെഴുതുമ്പോൾ ഷേക്സ്പിയർ ഉദ്ദേശിച്ചതും ഇത് തന്നെ. സൗഹൃദം ഏതിനമായാലും ആൾ പുതുക്കപ്പെടും. കൗരവ സദസ്സിൽ ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോൾ ഇത് അധർമ്മമാണെന്ന് പറയാൻ ഭീഷ്മർക്ക് കഴിയാതെ പോയത് ദുര്യോധനനുമായുള്ള സമ്പർക്കത്തിലൂടെ വന്ന ബോധക്ഷയമാണെന്ന് മഹാഭാരതം സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണെങ്കിലും വളരെ സുപ്രധാനമായ ഒരു തത്വമാണിത്. വളരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ അവരേതു തരം സവിശേഷതകളാണോ സ്വപ്നം കാണുന്നത്, സമാന സവിശേഷതകൾ ഉള്ളവരുമായി ഇടപെടാനുള്ള സാഹചര്യം പരുവപ്പെടുത്തേണ്ടതുണ്ട്. ഇത് കല്ലിൽ കൊത്തിയതുപോലെയുള്ള ഒരു പ്രമാണം തന്നെ. ഭാഷ പഠിക്കണമെങ്കിൽ ആ ഭാഷ ഉപയോഗിക്കുന്നവരുടെ ഇടയിലായിരിക്കുകയാണല്ലോ ഏറ്റവും എളുപ്പം. ബോധോദയമുണ്ടായ ഒരാളാണെങ്കിൽ പോലും അസത്തുക്കളുമായ ദീർഘമായ സഹവാസം അപകടകരമാണെന്ന് ബുദ്ധിസ്റ്റുകളും വിശ്വസിച്ചിരുന്നു. സംഘം ശരണം ഗച്ഛാമി, ഉണർവിലെത്തിയവരും സംഘമായിട്ടായിരിക്കണം എന്ന ബുദ്ധദർശനം സൂചിപ്പിക്കുന്നതും ഇത് തന്നെ. ഒരു ധനവാന് മിടുക്കനായ ഒരു മത്സരക്കുതിര ഉണ്ടായിരുന്നു. ഒരു ദിവസം മുതൽ അത് ഞൊണ്ടി നടക്കാൻ തുടങ്ങി. ആരെല്ലാം നോക്കിയിട്ടും എന്തെല്ലാം ചെയ്തിട്ടും അതിനൊരു പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞില്ല. അവസാനം ഒരു സന്യാസി ഇവർ സമീപിച്ചു. സന്യാസി ചോദിച്ചു, പരിശീലകന് മുടന്തുണ്ടോ? ഉണ്ട്. കുതിരയുടെ മുടന്തിനുള്ള ചികിത്സ സന്യാസി വിശദീകരിക്കുകയേ വേണ്ടി വന്നില്ല. ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ നാം ഒരു കോയിലിലൂടെ വൈദ്യുതിയെ കടത്തിവിടുന്നു. ഓരോ ചുറ്റിലുമുണ്ടാകുന്ന കാന്തിക മേഖലകൾ ഒന്നായി ശക്തവും പുതിയതുമായ മറ്റൊരു കാന്തിക മേഖല ഉണ്ടാകുന്നു. അതുപോലെയാണ് വിവിധ സ്വഭാവങ്ങളുള്ള ആളുകൾ കൂടിച്ചേരുമ്പോൾ ഓരോരുത്തരുടെയും ഊർജ്ജ ശരീരങ്ങൾ ഒന്നുചേർന്ന് വ്യത്യസ്തമായ ഒരു സമൂഹ മേഖല രൂപം കൊള്ളുന്നു. സ്വന്തം നേട്ടങ്ങൾ വീതം വയ്ക്കപ്പെടാൻ ഇത് കാരണമാകുന്നത് പോലെ അവരൻ്റെ ദോഷങ്ങളുടെ വീതം പറ്റേണ്ട ബാധ്യതയും സംഘത്തിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകുന്നു. നല്ലത് ഇങ്ങോട്ട് കിട്ടുന്നത് കൊണ്ടാണ് സത്തുക്കളുടെ സമീപം ഏറെ നേരമായിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നത്. മക്കളുടെ കാര്യത്തിൽ പോസിറ്റീവായി ആരെങ്കിലും ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ആരും നന്നാവണമെന്നില്ല. പക്ഷേ അവർക്ക് നല്ല സ്നേഹിതരെ കൊടുക്കുന്നുവെങ്കിൽ ധ്യാനകേന്ദ്രങ്ങളിലോ കാശിയിലോ പോയി 1000 രാവുകൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രയോജനം ചെയ്യും. 3 തരം സുഹൃത്ത് ബന്ധങ്ങളെപ്പറ്റിയാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഫലത്തിനു വേണ്ടിയുള്ളത്, ഇത് ഒരുവനും അവന് ഏതെങ്കിലും രീതിയിൽ ഉപകാരമുള്ള മറ്റൊരുവനും തമ്മിലുള്ളത്. രണ്ടാമത്തേത് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളത്, ഇത് ഒരുവന് മറ്റാരുമായി ഒപ്പമായിരിക്കുമ്പോഴാണോ സന്തോഷം തോന്നുന്നത് അവരുമായുള്ളതാണ്. മൂന്നാമത്തേതാണ് നന്മയുടെ സൗഹൃദം. പരസ്പരം ബഹുമാനിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവർ തമ്മിലുള്ളതാണിത്. നന്ദി. വീണ്ടും കാണാം.